വെൽക്കം ബാക്ക് ടു റേഡിയൻറ്റ്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഡെമോക്രസി. നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളത് ഒരു ഫാക്ടറാണ്. എന്നാൽ പോലും നമ്മൾക്കൊരു ലോക വിവരം അല്ലെ, ഒരു അറിവ് വേണമല്ലോ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ബേസ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും നമ്മൾ ഏത് ജോലിയിൽ എത്തിയാലും നമ്മൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നമ്മൾ പാർട്ടായിട്ടുള്ള ആ രാജ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നു. അതായത് നമ്മുടെ രാജ്യം ഏത് നേരവും യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ആ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. നേരെ മറിച്ച് വികസനത്തിന് ഡെവലപ്മെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ്. പ്രൊഡക്ഷൻ അല്ലെ, കമ്പനികൾ, ഫാക്ടറികൾ, അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, അത് നമുക്കും നല്ലതായിരിക്കും. സോ അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം ആദ്യമൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയാത്തതുകൊണ്ട്. പക്ഷേ പോകെ പോകെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നൊരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ്. നമ്മളത് തുടങ്ങുന്നത് ഡെമോക്രസിയിൽ നിന്നാണ്. എന്താണ് ഡെമോക്രസി? ഈ ഒരു വാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലെ? എവിടെയാണ് കേട്ടത്? ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡെമോക്രാറ്റിക് ആയ രാജ്യമാണ്. അവിടെയാണ് നമ്മൾ ആ വാക്ക് കേൾക്കുന്നത്. അപ്പോൾ എന്താ ഈ ഡെമോക്രസി എന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് കേരളത്തിലുള്ളവരാണ് നിങ്ങൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കേരള നിയമസഭയിലോട്ടുള്ള ഇലക്ഷൻ നടന്നിരുന്നു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അല്ലെ? അപ്പോൾ ഇലക്ഷൻ, ഗവൺമെന്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഡെമോക്രസി ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഓഫ് ഡെമോക്രസി. എന്താ ഡെമോക്രസി? ഡെമോക്രസി എന്ന് വെച്ചാൽ എന്തൊക്കെ അതിനകത്ത് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ്, ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഡെമോക്രസിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നോ, എന്തൊക്കെ തരം ഡെമോക്രസികളാണ് ലോകത്തുള്ളത്, ആ ഡെമോക്രസിക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യപ്പെടുന്നത്, അതുപോലെ നമ്മുടെ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല തരത്തിലുള്ള ഡെമോക്രാറ്റിക് സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ പറ്റുവാണെങ്കിൽ ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് ഒരു 1 ഷോട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് തരാം. കാരണം അത്രയ്ക്ക് പഠിക്കാനുള്ളൂ. കാരണം മനസ്സിലാക്കി എടുത്താൽ മതി. നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളും തലയിൽ കയറിയ പിന്നെ എഴുതാൻ എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ തുടങ്ങുകയാണ്. എന്താണ് നമ്മൾ ഈ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ്. എന്താണ് ഇത്? ഗവൺമെന്റാണ്. ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കാം. പണ്ട് നിങ്ങൾ ചരിത്രം ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ഭരിച്ചിരുന്നത് പല രാജാക്കന്മാരായിരുന്നു അല്ലേ? അപ്പോൾ രാജാക്കന്മാർ രാജ്യം ഭരിച്ചാൽ നമ്മൾ അതിനെ ഡെമോക്രസി എന്ന് വിളിക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നമുക്കുള്ളത് ഡെമോക്രസിയാണ്. അപ്പോൾ എന്തായിരിക്കും ഡെമോക്രസി എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന മെയിൻ ആളെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ലെ? നരേന്ദ്രമോദി. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുന്നത് VD സതീശനായിരിക്കും. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളായാലും ശരി, VD സതീശനായാലും ശരി, രാജാവൊന്നും അല്ലല്ലോ. ഇവർ നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു നാട്ടിൽ സാധാരണക്കാരനായി ജനിച്ച് വളർന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അപ്പോൾ ജനങ്ങൾക്ക് തോന്നിയ ഇവർ കൊള്ളാം. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? ഇലക്ഷനിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അങ്ങനെ രാജ്യത്തിന്റെ അധികാരികൾ നമുക്കിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഗവേണൻസിന്റെ രീതിയാണ്. അതായത് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്ന രീതിയാണ്. അത് ജനപങ്കാളിത്തത്തോടുകൂടി മീൻസ് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറയും. അപ്പോൾ അവിടെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അവിടെ പറയുന്ന വേറൊന്നുമല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനും ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇവിടെ എന്താണ്? ഇവിടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്, നേരിട്ടോ അല്ലാതെയോ. അതുപോലെ നമ്മുടെ ഒപ്പീനിയൻസ് പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് സർക്കാരുകളെ ചോദ്യം ചെയ്യാൻ പറ്റും. സർക്കാരുകൾ നമുക്ക് അക്കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് നാട്ടിൽ സമരങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും പറ്റും. ഡെമോക്രസി ഉള്ളത് കൊണ്ട് ജനങ്ങൾക്ക് ഫ്രീഡം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, പാർട്ടിസിപ്പേഷൻ, റെപ്രസെൻറ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊന്നും പേടിക്കേണ്ട. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഏക ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്നാൽ ഈ പറയുന്ന ഡെമോക്രസിക്ക് ഒരുപാട് ചലഞ്ചസും ഉണ്ട്. നമ്മളത് ഓരോന്നായിട്ട് പഠിക്കും. കറപ്ഷൻ എന്താണ്, ഇൻഇക്വാലിറ്റി എന്താണ്, ലാക്ക് ഓഫ് അവയർനെസ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിക്കും. സോ നമുക്ക് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നമുക്ക് ഇമ്പോർട്ടൻറ്റ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മീനിങ് ഓഫ് ഡെമോക്രസിയിൽ നിന്നാണ്. എന്താണ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റവാക്കി പറയണം. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ്. ബേസിക് ഡെഫിനിഷൻ അത് തന്നെയാണ് കേട്ടോ. ഇൻ വിച്ച് പീപ്പിൾ എലക്ട് ദെയർ റൂളേഴ്സ് ത്രൂ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഇലക്ഷനിലൂടെ ജനങ്ങൾ
അവരുടെ അധികാരിയെ സ്വയം അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ ഭരിക്കണം എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ എനിക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ, നിങ്ങൾക്ക് നേരെ ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള പ്രായമായില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഉണ്ടാകാം. കാരണം നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഞാനോ ഈ പറയുന്ന ഏതോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് ചെയ്ത് ജയിച്ച ആൾ അവിടെ പോയിട്ട് വോട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ നമ്മൾ എന്താവുന്നത്, എലക്ട് ആവുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അധികാരിയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സിമ്പിൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡെമോക്രസി. കിട്ടിയില്ലേ? സെറ്റല്ലേ? അപ്പോൾ എന്താ ഡെമോക്രസി? ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ്. സർക്കാർ രൂപീകരിക്കുന്നത് രീതിയാണ്. അവിടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? എലക്ട് ചെയ്യുന്നു അധികാരികളെ. എന്തിലൂടെ? ഇലക്ഷനിലൂടെ. ഓക്കെ, അത് ചിലപ്പോൾ എന്തായിരിക്കാം? ഡയറക്റ്റ് ആയിരിക്കാം. അത് വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. മോസ്റ്റ്ലി എന്താണ് ഞാൻ ഈ പറഞ്ഞോളൂ, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഞാൻ വി സതീഷിന് വേണ്ടി വോട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല അദ്ദേഹം അനുസരിച്ച്. ഞാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എൻ്റെ നാട്ടുകാരനെ അല്ല, അദ്ദേഹം ഗുജറാത്തിലുള്ള ആളാണ്. പക്ഷേ അവരെ അവിടെ എത്തിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത മറ്റു കുറച്ച് ആൾക്കാരെ വോട്ട് ചെയ്തതിന് പിന്നിൽ ആരുണ്ട്? ഞങ്ങളുണ്ട്. സോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഡെമോക്രസിയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇലക്ഷനിലൂടെയാണ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പോയി നിൽക്കുന്ന അവരാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അവരെന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തും. നമുക്ക് വേണ്ടിയിട്ട് നാട് ഭരിക്കുന്നത് ഇവരാണ്. ഓക്കെ, അത് നല്ല രീതിയിലല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇലക്ഷനിലൂടെ തന്നെ അവരെ പുറത്താക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചിരുന്ന ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? ഇത്തവണ പുറത്താക്കിയിട്ടാണ് എന്ത് ചെയ്തത്? കോൺഗ്രസ് മന്ത്രിസഭയെ കൊണ്ടുവരുന്നത്. കുറേ കാലം കോൺഗ്രസ് മന്ത്രിസഭ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മീൻസ് സെൻട്രൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ 2014 റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ BJP എന്ന് പറയുന്ന ടീംസിനെ കയറ്റിയത്. സോ നമുക്ക് അവരെ മാറ്റാനുള്ള കഴിവുമുണ്ട്. സോ വാട്ട് ഈസ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ ത്രൂ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അല്ലെ എന്താണ് നമ്മൾ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കാരിനെ രൂപീകരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കാരിനെ രൂപീകരിക്കുന്നു. എങ്ങനെ രൂപീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സർക്കാരിനെ എങ്ങനെ രൂപീകരിക്കുന്നു? ജനങ്ങളിലൂടെ രൂപീകരിക്കുന്നു. എന്തിലൂടെ രൂപീകരിക്കുന്നു? ജനങ്ങളിലൂടെ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോക്രസി എന്ന് വിളിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മീനിങ് ഓഫ് ഡെമോക്രസി. പറഞ്ഞ എന്താ ഡെമോക്രസി? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ റൂളേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അവർ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് പോയിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഭരണം നടത്തുന്നു. അപ്പോൾ ഈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചുരുക്കിയിട്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഈ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നത് ആണ്. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സാപ്പിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, മുന്നത്തെ ക്ലാസ്സുകൾ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. കുറച്ച് പേർക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു ചെറിയ ചെറിയ ബാച്ചായിട്ടുള്ള ട്യൂഷനാണ്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ടാവും. അതുവഴി എന്ത് ചെയ്യുക? പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ടെലഗ്രാം ഇപ്പോൾ ചില വർക്കിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ കിട്ടാതെ വന്നാൽ നിങ്ങൾ വാട്സാപ്പിൽ അയക്കുക. വാട്സാപ്പിലാകുമ്പോൾ റിപ്ലൈ വരാൻ കുറച്ച് ലേറ്റ് വന്നെന്ന് വരും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഡെമോക്രസി. ഓക്കെ, അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയും ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് പീപ്പിൾ എലക്ട് ദെയർ റൂളേഴ്സ് ത്രൂ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അത്രയെങ്കിലും മനസ്സിലുണ്ടാകും. ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെമോക്രസിക്ക് നല്ലൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തൊരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ. പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ? അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. അപ്പോൾ എബ്രഹാം ലിങ്കൺ കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഈ ഫോർ ദ പീപ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു സിനിമയൊക്കെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? ഗവൺമെന്റ്, ഡെമോക്രസി എന്ന് വെച്ചാൽ അതെന്താണ്? സർക്കാരാണ്. ഡെമോക്രസി എന്ന് വെച്ചാൽ സർക്കാരാണ്. ആ സർക്കാർ ആരുടേതാണ്? ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സർക്കാരാണ്. ഓഫ് ദ പീപ്പിൾ, ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സർക്കാരാണ്. ബൈ ദ പീപ്പിൾ, ചൂസ് ചെയ്യുന്നത് ആരാണ്? ജനങ്ങൾ തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എബ്രഹാം ലിങ്കൺ എന്താ പറഞ്ഞത്? ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭരിക്കുന്ന ആൾക്കാരാണ്. ഓഫ് ദ പീപ്പിൾ, അതായത് ജനങ്ങളുടെ ഗവൺമെന്റ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങളുടെ ഗവൺമെന്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി. ഫോർ ദ പീപ്പിൾ അല്ലെങ്കിൽ എന്താണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ.
ഇതാണ് എന്താ ഡെമോക്രസിയുടെ ഡെഫിനിഷൻ. അപ്പോൾ 2 ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഡെമോക്രസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതൊരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. എബ്രഹാം ലിങ്കൺ പറഞ്ഞത് തന്നെയാണ്, അതൊരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അത് പീപ്പിൾ ആണ് ഇലക്ട് ചെയ്യുന്നത്. ഇവിടെ പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ അർത്ഥം ബൈ ദ ഫോർ ദ പീപ്പിൾ ആണ്, അല്ലെങ്കിൽ ഓഫ് ദ പീപ്പിൾ ആണ്, ബൈ ദ പീപ്പിൾ ആണ്, ടു ദ പീപ്പിൾ ആണ്. ഇവിടെ ആ ബൈയും ഓഫും ഒക്കെ മാറിയിട്ട് ജസ്റ്റ് പീപ്പിൾ ആണെന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡെമോക്രസി എന്ന് പറയും. സെറ്റ് അല്ലേ? മനസ്സിലായോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായതാണ് അല്ലെ. അപ്പൊ എന്താണ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വന്നവരാണ്. അവരാരാ ചൂസ് ചെയ്യുന്നത്? ബൈ ദ ഗവൺമെന്റ്, ബൈ ദ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? സിറ്റിസൺസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അവര് ജയിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അക്കൗണ്ടബിൾ? ജനങ്ങൾക്ക് തന്നെയാണ് അക്കൗണ്ടബിൾ. ഇനി എന്തിനാ ചെയ്യുന്നത്? ഫോർ ദ പീപ്പിൾ, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളൂ. ഡെമോക്രസി എന്നാൽ എന്താണ് നിങ്ങൾ പറയും. എബ്രഹാം ലിങ്കൺ ഡെമോക്രസിയെ പറ്റി പറഞ്ഞത് എന്താണ്? 2 പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്നാൽ ഈ പറയുന്ന ഡെമോക്രസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യം, ഒരാളാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാലും ഞാൻ പറയുന്നതാണ്. അപ്പൊ ഈ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇത് ഈ സർക്കാർ രൂപീകരണത്തിന് മാത്രമാണോ നിങ്ങൾ ഈ ഡെമോക്രസി കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ സ്കൂളിൽ ഒരു കാര്യം നടക്കുക, സ്കൂളിൽ ഒരു ഫെസ്റ്റിവൽ നടത്താൻ പോവുകയാണ്, ഒരു ഫെസ്റ്റ് നടത്താൻ പോകും. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാറില്ലേ സ്കൂള്? ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അത് സ്കൂൾ ഏകപക്ഷീയമായിട്ട്, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്ത് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു പുതിയ കാറ് വാങ്ങാൻ പോകും. കാറ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പൊ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ പരസ്പരം ഒരു അക്കൗണ്ടബിലിറ്റി കാണിക്കുന്ന ഒരു പ്രോസസ്സും ഒരു തരത്തിൽ എന്താണ്? ഡെമോക്രസിയാണ്. അത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഡെമോക്രസിക്ക് മറ്റു പല മീനിങ്സും ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ബ്രോഡർ മീനിങ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിക്ക് എന്താണ്? ഈ ഭരണം, അധികാരം, മന്ത്രി, ഇത് അങ്ങനെ മാത്രമല്ല, വേറൊരു വലിയ മീനിങ് കൂടെ ഉണ്ട്. അപ്പൊ ആ മീനിങ്ങുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ഡെമോക്രസി ആസ് എ ഫോം ഓഫ് ഗവൺമെന്റ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലെ. എന്താണ്? ഒരു ലിമിറ്റഡ് സെൻസിൽ നമുക്ക് പറയാം. അതായത് വളരെ പ്രിസൈസ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? സർക്കാരിന്റെ ഒരു രൂപമാണ്. ആ റൂളേഴ്സിന് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഈ പറയുന്നതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ട്. ഇനി നോക്കി, ഇൻ മോഡേൺ ടൈം ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ നേരിട്ട് വോട്ട് ചെയ്തിട്ടൊന്നുമല്ല, ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ടാണ് ആളെന്ത് ചെയ്യുന്നത്? നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് എന്താണ്? നമുക്ക് ഇന്ന് ആവശ്യമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി വരുന്ന ഭാഗത്ത് പറയാം. അതാണ് ആവശ്യം. ഓക്കെ, അത് മതി. 2, ഡെമോക്രസി ഈസ് ബിയോണ്ട് ഗവൺമെന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ സർക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ വീട്ടിൽ, സ്കൂളിൽ, മറ്റ് സ്ഥാപനങ്ങളിൽ ഒക്കെ എന്താണ്? പല തീരുമാനങ്ങളും എടുക്കുന്നത് ഡെമോക്രാറ്റിക് രൂപത്തിലാണ്. നിങ്ങളുടെ ക്ലാസ് ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ നല്ല മാർക്കുള്ള കുട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും, എന്നാൽ നിങ്ങൾ ഡെമോക്രാറ്റിക് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ സാധാരണ രീതി. നമുക്ക് സ്കൂൾ ഇലക്ഷൻസ് നടക്കാറുണ്ട് അല്ലേ. എന്തിനാ സ്കൂൾ ഇലക്ഷൻ നടത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അതിൻ്റെ ആവശ്യം എന്താ? അല്ല, നമുക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 40 കുട്ടികളുണ്ടാവും. അപ്പോൾ 40 കുട്ടികളിൽ നിന്ന് ലീഡർ ആവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടാവും. അതിൽ 1-2 പേര് മത്സരിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് കൊടുക്കും. അപ്പം അങ്ങനെ വോട്ടിൽ കൂടുതൽ കിട്ടുന്ന ആൾ, അതായത് കൂടുതൽ ആൾക്കാർ ആരെയാണോ ചൂസ് ചെയ്തത് അവൻ ലീഡർ ആവും. അപ്പോൾ എല്ലാ മേഖലകളിലും ഡെമോക്രസി ഉണ്ട്. സോ വെൻ ഡിസിഷൻസ് ആർ ടേക്കൺ ആഫ്റ്റർ ഡിസ്കഷൻസ് ആൻഡ് കൺസൾട്ടേഷൻ അല്ലേ, ചർച്ചകളിലൂടെയും നമ്മൾ ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷവും നമ്മൾ തീരുമാനം എടുത്തിട്ട് എല്ലാവരുടെയും ഒപ്പീനിയന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിന് എന്ത് പറയാം? ഡെമോക്രാറ്റിക് എന്ന് പറയാം. നമുക്കതിന് എന്ത് പറയാം? ഡെമോക്രാറ്റിക് എന്ന് പറയാം. ഇനി 3ാമത്തെ കാര്യം, ഡെമോക്രസി ഈസ് ആൻ ഐഡൽ. എന്താ ഐഡൽ? ഐഡൽ എന്ന് വെച്ചാൽ ഐഡൽ വർഷിപ്പ് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഐഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ നിങ്ങൾ റോൾ മോഡൽ എന്നൊരു സംഭവം കാണും അല്ലേ. നിങ്ങൾ ആരെയാണ് റോൾ മോഡൽ ആക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ റോൾ മോഡൽ. അതുപോലെ ഡെമോക്രസി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റിയിൽ ഈ തുല്യത, ആൾക്കാരുടെ ഡിഗ്നിറ്റി, ഇക്വാലിറ്റി എന്ന് വെച്ചാൽ തുല്യത, ഡിഗ്നിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു വില എന്ന് പറഞ്ഞ സാധനം അല്ലേ. അതുപോലെ നീതി, ജസ്റ്റിസ്, അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയും, പാർട്ടിസിപ്പേഷൻ, നമ്മൾ കാര്യങ്ങൾ ഇറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഏതൊരു സൊസൈറ്റിയും ഏതൊരു സമൂഹവും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എയിമാണ് എന്തെന്ന് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും തത്വം പറയുന്ന പോലെ ആയിപ്പോയി അല്ലേ. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കോളനി, നിങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു തീരുമാനം എടുക്കണം അല്ലേ. നിങ്ങളുടെ വീട്ടുകാരടുത്ത് മാത്രം ഒരു അഭിപ്രായം ചോദിക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല. മറ്റു കുറച്ച് ആൾക്കാർ കൂടി ഏകപക്ഷീയമായി, മീൻസ് അവർ സ്വന്തമായിട്ട് തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇഷ്ടപ്പെടും? ഇല്ല.
അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളെയും കൂടി നമ്മളെ വാക്കും കൂടി പറയുന്നത് ആൾക്കാർ കേൾക്കണം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം കൂടി ആൾക്കാർ അറിയണം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അത് എന്തായിട്ട് മാറണം? ഡെമോക്രാറ്റിക് ആയിട്ട് മാറണം. അപ്പോൾ എല്ലാവർക്കും തുല്യത കിട്ടുന്ന, എല്ലാവർക്കും നീതി കിട്ടുന്ന, ന്യായം കിട്ടുന്ന നല്ലൊരു കാര്യം അല്ലേ? സത്യത്തിൽ നടക്കുമെന്ന് ചോദിച്ചാൽ ഇത് നടക്കാറില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാര്യമാണ് എന്ത് ഈ പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും അച്ചീവ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, എങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ലാസ്റ്റ് റോൾ ഓഫ് സിറ്റിസൺ ഇൻ ഡെമോക്രസി. ഡെമോക്രസിയിൽ സിറ്റിസൺസിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. എന്ന് വെച്ചാൽ വോട്ടിങ് ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ഈ പറയുന്ന മന്ത്രി, MLA, MP അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ എന്താണ് നേരാവണ്ണം പണിയെടുക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി അത് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ ഈ സമരത്തിനൊക്കെ പോകും. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ട് ഇവന്മാർ എന്തിനാ ഈ സമരത്തിന് പോകുന്നത് അല്ലേ? സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെന്ന് കുറേ പേര് അടിയുണ്ടാക്കുന്നു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ആയ രീതിയിൽ അത് ക്രമസമരങ്ങൾ നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നല്ലതല്ലെങ്കിലും പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. എങ്കിലേ അവർ അറിയുള്ളൂ ജനങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഹാപ്പി അല്ല എന്ന് അറിയണമെങ്കിൽ ഇച്ചിരി പ്രൊട്ടസ്റ്റ് ഒക്കെ എവിടെയൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡെമോക്രസി ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്ന് വെച്ചാൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും കൊണ്ട് രാജ്യം ഒന്നും ഫുള്ളി ഡെമോക്രാറ്റിക് ആയിട്ട് മാറാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വാലിറ്റി, നമ്മൾ ഈ പറയുന്ന പോലെ എന്താ മാവേലി നാട് പണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞൊരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഇനി കേട്ടോ, ഇനി അങ്ങനത്തെ ഒരു കവിത ഉണ്ട്. അതായത് നമ്മൾ എന്താണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം, എല്ലാവരും ഈക്വൽ, എല്ലാവരും അടിപൊളി. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഡെമോക്രസിയുടെ ഉദ്ദേശം. നടന്നിട്ടില്ല, പക്ഷെ നമ്മൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ കാര്യം പറഞ്ഞു, ബോറടിച്ചിട്ടുണ്ടാവും. നമുക്കതിൻ്റെ പോയിന്റ് മാത്രമായിട്ട് പറഞ്ഞു തരാം. എന്താണ് മീനിങ് ഓഫ് ഡെമോക്രസി? അപ്പോൾ ഒന്നാമത്തെ മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡെമോക്രസി ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അവിടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സിറ്റിസൺസ് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു, അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഡെമോക്രസി എന്ന് പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയിട്ടല്ല ഭരണം നടത്തുന്നത്, നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഡെമോക്രസി എന്ന് പറയുന്നത് ഗവൺമെന്റ് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഗവൺമെന്റ്. എന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റിക് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫാമിലി, സ്കൂളിൽ, ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഉണ്ട്. എന്താ ഡെമോക്രാറ്റിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കഷനിലൂടെ, കൺസൾട്ടേഷനിലൂടെ, ഈക്വൽ പാർട്ടിസിപ്പേഷനിലൂടെ എല്ലാവരുടെയും അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡെമോക്രാറ്റിക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നതിന് നമുക്കൊരു ഐഡിയലായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ഐഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ തുല്യത, ജസ്റ്റിസ്, ഡിഗ്നിറ്റി, പാർട്ടിസിപ്പേഷൻ, റൈറ്റ്സ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഈ പറയുന്ന ഡെമോക്രസിയിലൂടെ കിട്ടും. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നില്ലെങ്കിലും നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഡെമോക്രസിയിൽ സിറ്റിസൺസിന്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഡെമോക്രസി സക്സീഡ്സ് ഓൺലി വെൻ ദ സിറ്റിസൺസ് ആർ, അതായത് വോട്ട് ചെയ്ത് വീട്ടിൽ പോയിരിക്കുന്ന കാര്യം മാത്രം പോരാ, അവരെന്തുകൂടെ ചെയ്യണം? അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം, അവരവരുടെ അവകാശങ്ങളെ പറ്റി അവെയർ ആയിരിക്കണം, അവർ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് സമിതി പറയുന്ന മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒക്കെ നമ്മളത് പറയാനും നമ്മൾ തെറ്റുകണ്ട പ്രതികരിക്കാനും തയ്യാറാകണം. നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? ബഹുമാനങ്ങൾ കൊടുക്കണം. അതുപോലെ എന്ത് ചെയ്യണം? വോട്ടിംഗ്, അതുപോലെ നിയമങ്ങൾ പാലിക്കുക, അതുപോലെ പബ്ലിക് ഇഷ്യൂസ് റൈസ് ചെയ്യുക, അതുപോലെ എന്താണ് പബ്ലിക് ലൈഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള എന്താണ് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൂടി നന്നായിട്ട് വന്നാൽ ഡെമോക്രസി ആവും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് എന്താ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, ഇതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. പക്ഷേ ഈ ഐഡിയൽ തന്നെ എത്തിപ്പെടാനായിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തില്ല അല്ലേ? ഡെമോക്രസി ഈസ് നെവർ കംപ്ലീറ്റ്. ഇതൊരിക്കലും എന്താണ് എത്തിപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണ രീതികൾ കൂട്ടാൻ പറ്റും, സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ പറ്റും, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ബ്രോഡർ മീനിങ് എന്ന് പറയുന്നത്. ഇച്ചിരി ബോറാണെന്ന് എനിക്കറിയാം, എന്നാൽ ഈ ഒരു പോയിന്റുകളെങ്കിലും മിനിമം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി രസമാണ് കേട്ടോ. ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഡെമോക്രസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നമ്മൾ ഇലക്ഷൻ എടുക്കുന്നു, നമ്മൾ അധികാരികളെ ചൂസ് ചെയ്യുന്നു, അവരവിടെ പോകുന്നു, നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നടപ്പിലാക്കും ആണല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് ഡെമോക്രസിക്ക് 4 ഫീച്ചേഴ്സാണ് കേട്ടോ. എത്ര ഫീച്ചേഴ്സാണ് ഉള്ളത്? 4. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ഇലക്ടഡ് ലീഡേഴ്സ്. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് വിടുന്നതെങ്കിലും എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരു മന്ത്രി MLA ഒക്കെയാണ് അല്ലേ? അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എടുക്കും, അവരാണ് അപ്പോൾ തീരുമാനം എടുക്കുന്ന ആൾക്കാർ. 2, ഇലക്ഷനുകൾ ഫ്രീയും ഫെയറുമായിട്ട് ഡെമോക്രാറ്റിക് രീതിയിൽ നടക്കണം. ഒരാൾക്ക് ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന രീതിയാണ് നടക്കേണ്ടത്. കേൾക്കുമ്പോൾ എന്തെന്ന് തോന്നുന്നു പറഞ്ഞുതരാം. റൂൾ ഓഫ് ലോ ആൻഡ് റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കും.
ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എങ്ങനെയാണ് ഒരു രാജ്യം ഡെമോക്രാറ്റിക് ആവുന്നത്? അധികാരികളെ ജനങ്ങൾ ചൂസ് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ അതിന് ബേസിക്കായിട്ട് വേണ്ടതാണ് എന്ത്? ഒരു നിയമം. നമ്മുടെ ഇന്ത്യയിൽ നമ്മളതിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇത് പറയും കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എല്ലാ രാജ്യത്തും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക് കുറേ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അവകാശങ്ങളാണ് വോട്ടിംഗ് റൈറ്റ് ആയിക്കോട്ടെ, റൈറ്റ് ടു ഈക്വാലിറ്റി ആയിക്കോട്ടെ, എല്ലാം വന്നിരിക്കുന്നത്. ഈ അവകാശത്തിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമത്തിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്? ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. അപ്പോൾ വോട്ടിങ്ങിന് രീതികളുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരാൾക്ക് പോയിട്ട് ഒന്നിപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് കള്ളവോട്ടം എന്ന് പറയും അല്ലേ? അതിപ്പോൾ നിങ്ങൾ ഏത് ജാതിപ്പെട്ടതായാലും, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതായാലും, നിങ്ങൾ ഏത് സാമ്പത്തിക സ്ഥിതി, നിങ്ങളൊക്കെ പണക്കാരനാണോ പാവപ്പെട്ടവരാണോ ഏതായാലും നിങ്ങൾക്ക് ഒറ്റ വോട്ടേ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? 1 വോട്ട് ആൻഡ് 1 വാല്യൂ. തിരിച്ചാലോചിച്ചാൽ കിട്ടും. അങ്ങനെ നമ്മൾ ഇലക്ഷൻ നടക്കുകയാണ് അല്ല, ഈ ഇലക്ഷൻ എന്തായിരിക്കണം? ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഓരോരുത്തർ വന്നിട്ട് പറയുകയാണ് എന്താണ്, അവിടെ നീ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ അതിൻ്റെ കാര്യം ഞാൻ തല്ലി പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണോ? അല്ല, അവിടെ ഭീഷണിയാണ് നടക്കുന്നത്. അങ്ങനെ പാടില്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കുറേ നിയമങ്ങളൊക്കെ ഇലക്ഷൻ സമയത്ത് പറയാറുണ്ട് അല്ലേ? പൈസ കൊടുത്താലും സ്വാധീനിക്കാൻ പാടില്ല, ആരും ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കണം. അങ്ങനെ എന്ത് പറ്റും? നമ്മുടെ മന്ത്രിസഭ രൂപീകരിക്കും, അവർ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കും. ഇങ്ങനെ തിരിച്ചാലോചിച്ച് ചോദിച്ചാൽ കുറച്ചുകൂടി കിട്ടും. ഇപ്പോൾ എന്താണ് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ചാലോചിച്ചേ എന്താ സംഭവം? റൂൾ ഓഫ് ലോ, ഒരു നിയമം വേണം. ആ നിയമത്തിൽ കുറേ അവകാശങ്ങളുണ്ട്. അത് പ്രകാരമാണ് വോട്ട് തീരുമാനിക്കുന്നത്. ഒരാൾക്ക് ഒരു വോട്ട്, ഒരു വാല്യൂ ഒക്കെ ഉള്ളൂ. അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. അങ്ങനെ മന്ത്രിമാർ വരും. മന്ത്രിമാർ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കും എന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഓരോ പോയിന്റ് ഇനി ഇതിന്റെ ഓർഡറിൽ തന്നെ നോക്കാം. മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ഇലക്ടേഴ്സ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പവർ. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ പലപ്പോഴും പറയുന്ന പരിപാടിയാണ്, KSRTC നമ്മുടെ പൈസ കൊണ്ട് ഓടുന്നതാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ KSRTC കയറിയിട്ട് ഞാൻ നികുതി അടച്ച പൈസ കൊണ്ടാണ് ഇത് ഓടുന്നത്, ഞാൻ ടാക്സ് പേ ചെയ്ത്, എൻ്റെ അച്ഛൻ ടാക്സ് പേ ചെയ്ത പൈസ വെച്ചാണ് ഈ ഇത് ഓടുന്നത്, ഇത് ഫ്രീ ആയിട്ട് കൊണ്ടാക്കടാന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കും ഇല്ല അല്ലെ? ആലോചിച്ച് നോക്കിയാൽ ബേസിക്കലി പറയുമ്പോൾ ശരിയാണല്ലേ, നമ്മളെല്ലാവരും ടാക്സ് അടയ്ക്കുന്നു, ടാക്സിന്റെ പൈസയാണ് ഗവൺമെന്റിന്റെ വരുമാനം, ആ വരുമാനം കൊണ്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, സോ നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. സോ അദ്ദേഹത്തിനെ നമ്മൾ കാണാനായിട്ട് ഞാൻ ചെന്നിട്ട് പറയാണ് ഞാൻ വോട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, അതൊന്ന് മാറി ഞാൻ കുറച്ചൊരു കസേര ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ എലക്ട് ചെയ്ത് അധികാരത്തിലാക്കി മന്ത്രിമാരാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ സ്ഥാനത്തിരിക്കുന്നവരാണ്. സോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? അവരായിരിക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങളും പോളിസികളും ഉണ്ടാകുന്നത്. ഇനി അത് തെറ്റാണെങ്കിൽ നമുക്ക് അവരെ ഉപയോഗം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഇലക്ഷനിൽ അവരെ തോൽപ്പിക്കാൻ പറ്റും. അത്രയും. അതായത് മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ഇലക്ടഡ് ലീഡേഴ്സ് ത്രൂ പാർലമെന്റ്. ഇന്ത്യയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ് തീരുമാനം എടുക്കുന്നത്. മന്ത്രിസഭ, മിനിസ്ട്രി എന്ന് നമ്മൾ പറയും, സെൻട്രൽ മിനിസ്ട്രി. സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് മിനിസ്ട്രി. USA-ലാവുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ പ്രൈം മിനിസ്റ്റർ അല്ല, അവിടെ പ്രസിഡന്റിനാണ് പവർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ ഇനി പഠിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. 2, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് അല്ലെ? ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം, അത് ഫെയർ ആയിരിക്കണം, അത് കോമ്പറ്റീറ്റീവ് ആയിരിക്കണം, അത് കൃത്യം റെഗുലർ ആയിട്ട് നടക്കുകയും വേണം. അടുത്ത്, സിറ്റിസൺസ് ഹാവ് ദ ഫ്രീഡം ടു വോട്ട്. കൺസെന്റ് ഇലക്ഷൻ, അത് കോൺടെസ്റ്റ് ഇലക്ഷൻ. ഇലക്ഷനിൽ പങ്കെടുക്കാൻ ആർക്കും പറ്റും, അതൊക്കെ അറിയാമല്ലോ അല്ലേ? നമുക്കൊരു ഇലക്ഷനിൽ പങ്കെടുക്കാൻ നമുക്ക് ആർക്കും പറ്റും. 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ MP ഇലക്ഷൻ ആയിക്കോട്ടെ, MLA ഇലക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും ജനങ്ങൾക്ക് വേണം. അടുത്ത, ഒപ്പോസിഷൻ പാർട്ടിയുടെ പ്രവർത്തനവും നമ്മൾ തടയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫ്രീ ആയിട്ട് നടത്തണം. സോ വിത്തൗട്ട് ഫെയർ ഇലക്ഷൻസ് ഡെമോക്രസി എന്തായിട്ട് മാറും? വീക്കായിട്ട് മാറും. എന്ന് വെച്ചാൽ എല്ലാവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കണം, ഫ്രീ ആയിട്ട് നമ്മൾ ഇലക്ഷൻ നടത്തണം, അതെന്തായിരിക്കണം? ഫെയർ ആയിട്ടായിരിക്കണം. അതായത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കണം. അങ്ങനെ ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പാർട്ടി എന്താവും? ഭരണ പാർട്ടിയായിട്ട് മാറും, മറ്റൊരു പക്ഷം എന്താവും? പ്രതിപക്ഷമായിട്ട് പോകും, അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് പോകും എന്നും പറഞ്ഞ് ജയിച്ച പാർട്ടിക്കാരും മറ്റേ തോറ്റ പാർട്ടിക്കാരെ പിടിച്ചിടിക്കരുത്, അവരുടെ അഭിപ്രായം കേൾക്കാതിരിക്കരുത്, അവർക്ക് എന്ത് കൊടുക്കണം? റെസ്പെക്ട് കൊടുക്കണം. ഇതാണ് രണ്ടാമത്. 3, 1 person 1 vote 1 value എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയും. എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു വോട്ടുണ്ട്, എല്ലാവർക്കും തുല്യമായ വോട്ടിംഗ് റൈറ്റുമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് ഇത്ര എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ട് 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 നമ്മുടെ ഈ പല രാജ്യങ്ങളിലും ഇങ്ങനെ അല്ലായിരുന്നു. സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല, അടിമ എന്ന് പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല, അതുപോലെ കാശുള്ളവന് 2 വോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്നല്ല, ഇന്ത്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, USA എല്ലാ രാജ്യങ്ങളിലും പണ്ട് പല സ്ഥലങ്ങളിൽ പല സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറ്റി കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ എടുത്ത് പറയുന്നത് അല്ലേ? അടിയേറ്റ് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. സോ അതാണ് പറയുന്നത്, നോ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ, വെൽത്ത്, റേസ്, ഇത് കാരണം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എല്ലാവർക്കും തുല്യത കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് വിളിക്കും.
അടുത്ത് വരുന്നതാണ് എന്ത്? റൂൾ ഓഫ് ലോ ആൻഡ് റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ്. അതായത് എല്ലാവർക്കും എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷനും അതിലെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കുറെ അവകാശങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയും. സ്പീച്ച്, ഈക്വാലിറ്റി ബിഫോർ ദ ലോ, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അതായത് പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കാം. ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോകാം. അതൊക്കെ പറ്റും. സോ ഈ പറയുന്ന ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് വെച്ചിട്ടാണ്. മാത്രമല്ല ഇതെവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി ഇടപെടുകയും വേണം. അപ്പോൾ ഇതാണ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഒന്നുകൂടി പറയാം. ബോറടിക്കും, എനിക്കറിയാം, വേറെ രക്ഷയൊന്നുമില്ല. കേട്ട് പഠിക്കുക. വേറെ ഉറക്കം വരും, ചെറുതായിട്ട് വരും, സാരമില്ല. ഓക്കെ, തുടങ്ങാം. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? ഇതുവരെ പഠിച്ച പോയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ഡെമോക്രസി? നിങ്ങൾ പറയും ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ പീപ്പിൾ ഇലക്ട് ദ റെപ്രസെന്റേറ്റീവ്സ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. സിറ്റിസൺസ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അത് റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. ആ കാര്യം തന്നെയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത് അബ്രഹാം ലിങ്കൻ പറഞ്ഞ എന്താണ്? ഗവൺമെന്റ് എന്താണ്? എന്താണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആണ്. മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ ഡെമോക്രസിക്ക് ഈ പറഞ്ഞ ഇലക്ഷൻ അല്ലെങ്കിൽ എന്താണ്? ഡെമോക്രസി ആസ് എ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന മീനിങ് മാത്രമാണോ ഉള്ളത്? അല്ല, അത് ബിയോണ്ട് ഗവൺമെന്റ് ആണ്. അതായത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസിനെ പറ്റി ഇവിടെ പറഞ്ഞു. അത് ഐഡൽ ആണ് എന്ന് വെച്ചാൽ ഐഡിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ പറയുന്ന എന്താണ് ഇത് എന്താണ് ഒരു റോൾ മോഡൽ പോലത്തെ ഒരു ബേസിക് ആയിട്ട് എല്ലാവർക്കും എത്താൻ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വർഗത്തിൽ എത്തണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സുന്ദരമായ ഒരു പ്രോസസ്സാണിത്. അതിനകത്ത് എല്ലാ നല്ല കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ സിറ്റിസൺസിന്റെ റോളുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഡെമോക്രസിയുടെ ഫീച്ചറാണ്. ഒന്ന് എന്തായിരിക്കണം? തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുന്നത് നേതാക്കന്മാരാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടക്കാറുണ്ട്. ആ ഇലക്ഷനിൽ ഒരാൾക്ക് ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വോട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് എന്തുണ്ട്? റൂൾ ഓഫ് ലോ ഉണ്ട്. നിയമം അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതാണ് ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടായിരുന്നു എന്ന് ഉള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കാം. റൂട്ട്സ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതലേ ഡെമോക്രസി ഉണ്ടായിരുന്നു എന്നാണോ? അതെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതങ്ങനെ ശരിയാവും, രാജാക്കന്മാരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ രാജാക്കന്മാർ ഭരിക്കുന്ന ഡെമോക്രസി എന്നാണ് പറയുന്നത്? അല്ല, അത് മൊണാർക്കിയാണ്. അപ്പോൾ പിന്നെ എന്താ? നമ്മുടെ നാട്ടിൽ പണ്ട് രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്തും ഈ പറയുന്ന ലോക്കൽ ലെവൽ, നിങ്ങൾ ഈ നാട്ടുകൂട്ടം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്നത് എക്സാക്ട്ലി എന്തല്ല, ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ഫോം അല്ലെങ്കിലും അതിനുമായി സാദൃശ്യമുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സഭ, സമിതി, ഗണസംഘം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചരിത്രത്തിൽ പോകുമ്പോഴാണ് കേട്ടോ. സോ ലോങ് ബിഫോർ ദ മോഡേൺ ഡെമോക്രസിക്ക് പണ്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിലുള്ള ഡെമോക്രാറ്റിക് ട്രഡീഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തോട് സാമ്യമുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സഭകൾ, സമിതികൾ, ഗണം, അതായത് ഇവിടെ കൂട്ടായിട്ട് ആൾക്കാർ ചർച്ച ചെയ്ത്, ആൾക്കാരെ കൺസൾട്ട് ചെയ്ത്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടി പാർട്ടിസിപ്പേഷനിലൂടെ കളക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. അതായത് ഈ പറയുന്ന ഡെമോക്രാറ്റിക് ട്രഡീഷൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മോഡേൺ ഡെമോക്രസിയൊക്കെ വരുന്നതിന് പണ്ട് ഒരുപാട് മുന്നേ തന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തിലും ഈ പറയുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, മെയിൻ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിന് ഉദാഹരണങ്ങളാണ് സഭ, സമിതി, ഗണാസ് എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്നിടത്ത് ഡിസ്കഷൻസ്, കൺസൾട്ടേഷൻസ്, കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എടുക്കുമായിരുന്നു. ഗ്രാമങ്ങളുടെ ലെവലിൽ നമ്മൾ ഇന്നും പലപ്പോഴും തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ കുറെ കാലം ഇതുണ്ടായിരുന്നു. വില്ലേജ് അസംബ്ലികൾ ഉണ്ടായിരുന്നു. അതായത് ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ രാജാവിലേക്കൊന്നും എത്തിക്കാതെ അവിടെ തന്നെയുള്ള മെയിൻ ആൾക്കാർ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടുപിടിക്കുന്ന ഒരു രീതി ഗ്രാമങ്ങളിൽ പണ്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുമായിരുന്നു. അതുപോലെ എന്താണ്? കൂട്ടായ തീരുമാനത്തിലൂടെ, കോൺസെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനത്തിലൂടെ, കൂട്ടായ അഭിപ്രായങ്ങൾ എടുത്ത് തീരുമാനത്തിലൂടെ അവർ എന്ത് ചെയ്യുമായിരുന്നു? ഡിസിഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ വരുമായിരുന്നു? ആൾക്കാർ തമ്മിൽ തുല്യത വരും, അല്ലെ? ഈക്വാലിറ്റി വരും. പരസ്പരം സംസാരിച്ച്, അല്ലാതെ ഞാൻ വലിയ ആളാണ്, നീ ചെറിയ ആളാണ്, അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല. സത്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ടെസ്റ്റ് നോക്കി പറയുമ്പോൾ നമ്മൾ അങ്ങനെ വേണം പറയാൻ. ഓക്കെ, അടുത്തെന്താണ്? കോഓപ്പറേഷൻ, ആൾക്കാരുടെ തുല്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, അതുപോലെ എന്താണ്? ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം നല്ലതെന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. പലയിടത്തും അങ്ങനെയൊന്നും ആയിരുന്നില്ല, എങ്കിലും അങ്ങനെയാണ് സംഭവം എന്ന് പറയും. ഇന്ത്യയുടെ ഈ പറയുന്ന മോഡേൺ ഇന്ത്യയിൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നോക്കി, ഇവിടെ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞ വില്ലേജ് ലെവൽ,
അസംബ്ലീസ് എന്ത് ചെയ്തിട്ട് പ്ലേ ചെയ്തിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് റോൾ. എന്തായിരുന്നു? ലോക്കലായിട്ടുള്ള അഫയേഴ്സ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. ഓക്കെ, അതായത് ഡെമോക്രാറ്റിക് വാല്യൂസ് ആയിട്ടുള്ള ഈക്വാലിറ്റി, കോപ്പറേഷൻ, ഷെയർ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഏർലി ഡെമോക്രാറ്റിക് ട്രഡീഷൻസ് ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഡെമോക്രസി വന്നപ്പോൾ ഒരുപാട് ഹെൽപ്പായിട്ട് മാറി. അതായത് ഈ പറയുന്ന ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കൺസൾട്ടേഷൻ, അക്കൗണ്ടബിലിറ്റി, ഇൻക്ലൂസീവ് ഗവേണൻസ്, അതുപോലെ റെസ്പെക്ട് ഫോർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെയാണ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കാര്യം. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് വരാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേരാണ് എന്ത്? ടൈപ്സ് ഓഫ് ഡെമോക്രസി. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ഡെമോക്രസി, ഡെമോക്രസിയുടെ ഡെഫിനിഷൻ എന്താണ്, ഡെമോക്രസിയുടെ പല ആസ്പെക്റ്റുകൾ എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പോൾ അടുത്ത് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി എത്ര തരത്തിലാണുള്ളത് ചോദിച്ചാൽ 2 തരത്തിലാണ് ഡെമോക്രസി. ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസി, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ച് ക്ലാസ്സിനകത്ത് കൂടി ഇരുന്നിട്ട് നിങ്ങളാണ് അവിടുത്തെ പോപ്പുലേഷൻ. നിങ്ങളെല്ലാവരും ഡയറക്റ്റായിട്ട് നേതാവിനെ, നിങ്ങളുടെ ലീഡറിനെ തിരഞ്ഞെടുത്താൽ അതൊരു ഡയറക്റ്റ് ഡെമോക്രസി. ഇത് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാമസഭകൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി ചിലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ഗ്രാമസഭ, പഞ്ചായത്ത് ലെവലിൽ ഗ്രാമസഭകൾ കൂടാറും. ഈ ഗ്രാമസഭയിൽ ചിലപ്പോഴൊക്കെ നടക്കുന്നത് ഒരു തരത്തിലുള്ള ഡയറക്റ്റ് ഡെമോക്രസിയാണ്. അപ്പോൾ എന്താ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ, ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താ? നേതാവിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അത് ഡെമോക്രസി. അപ്പോൾ സംശയം വരും അല്ലേ? അപ്പോൾ മറ്റൊരു വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ആ ചീഫ് മിനിസ്റ്ററിനെ സെലക്ട് ചെയ്ത് ഞാനാണോ? ഇല്ല. പിന്നെ ആരാ? ഞാൻ ഉൾപ്പെടെ നമ്മൾ കുറേ ആൾക്കാർ, കുറേ MLA-മാരെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLA. ഈ MLA-മാർ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മന്ത്രിസഭ രൂപീകരിക്കുന്നത് അല്ലെ, മിനിസ്ട്രി ഫോം ചെയ്യുന്നു. ആ MLA-മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചുറ്റും. അടുത്ത് അവിടെ നിന്ന് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് MLA-മാരെല്ലാം കൂടെ വോട്ട് ചെയ്തിട്ട്. സോ അറ്റ് ദ എൻഡ് അവരാണ് ഗവൺമെന്റ് ഫോം ചെയ്തതെങ്കിലും അവരെ തിരഞ്ഞെടുത്ത് നമ്മളായതുകൊണ്ട് അത് നമ്മുടെ കൂടിയാണെന്ന് പറയും. അതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അല്ലാതെ നേരിട്ട് പോയിട്ട് നമ്മൾ മന്ത്രിമാർ ഡയറക്റ്റായിട്ട് ഒപ്പിട്ട് നമ്മളെ ഇലക്ഷനിൽ വോട്ടിട്ട് ജയിപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നടക്കത്തില്ല. അത് കാരണം നമ്മുടെ വലിയ രാജ്യമല്ലേ. അപ്പം അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ അത് ഡയറക്റ്റ്, മറ്റേതാണെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് എന്ന് പറയും. അപ്പം എന്താ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇൻ വിച്ച് സിറ്റിസൺസ് themselves directly participate in the decision making. ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് പബ്ലിക് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതും അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വോട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ എന്താണ് അവിടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും ഇല്ല ഡിസിഷൻ എടുക്കാനായിട്ട്. അവർ തന്നെ അങ്ങ് തീരുമാനിക്കും. അതായത് അവർ തന്നെ എന്ത് ചെയ്യും? കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, അതാണ് സംഭവം എന്ന് പറയും. ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ടായിരിക്കും ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞത്, നിങ്ങൾ പാർലമെന്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, നിയമസഭ. ഇപ്പൊ ഈ അടുത്ത് ചർച്ചകളൊക്കെ നമ്മൾ ടി.വിയിലൊക്കെ കാണുന്നതാണ്. ആ നിയമസഭയിൽ ഈ MLA-മാർ ഇരിക്കുന്നവർ നിങ്ങൾ ചെന്നിരിക്കുന്നു എന്ന് ആലോചിച്ചാൽ നമ്മൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ചെന്നിരുന്നിട്ട് തീരുമാനം എടുക്കുന്നു. അതാണ് ഡയറക്റ്റ്. ഇതിന് സിമ്പിളായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ? റെപ്രസെൻറ്റേറ്റീവ്സും പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങൾ ഇപ്പോൾ ക്ലാസ് ലീഡറിന്റെ ഇലക്ഷൻ പറഞ്ഞപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ക്ലാസ് ലീഡർ എന്നൊരു കോൺസെപ്റ്റ് എങ്കിൽ വേണ്ട, ലീഡറില്ല. ക്ലാസ്സിൽ തീരുമാനങ്ങൾ നമ്മളെല്ലാവരും കൂടി കൂടിച്ചേർന്നങ്ങ് എടുത്തു, അങ്ങനെ തീരുമാനിച്ചാൽ. ഓക്കെ, അതാണ് ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ചെറിയ കമ്മ്യൂണിറ്റികൾക്ക് ഇത് പറ്റത്തുള്ളൂ. ഒരു ക്ലാസ് റൂം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഗ്രാമം, അവിടെയൊക്കെ ഇത് പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൊള്ളാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനും പറ്റും. എന്തൊക്കെയാണ് ഗുണങ്ങൾ? എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടാവും. അതുപോലെ എന്താണ്? അവരുടെ ഡിസിഷൻസ് ആയിരിക്കും തീരുമാനത്തിലെത്തുന്നത്. ട്രാൻസ്പെറൻസി കൂടുതലാണ് അല്ലേ? നമ്മൾ MLA പോയിട്ട് നമ്മളെ പറ്റിച്ചു എന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ തന്നെയാണ് ചെന്ന് നിയമങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ലിമിറ്റേഷൻ എന്താണ്? വലിയ രാജ്യങ്ങളൊന്നും നടക്കത്തില്ല, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയും. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. അപ്പോൾ എന്താ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺസ് ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിൽ. അവരെന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്ത് ഇഷ്യൂസിന് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു. എന്തില്ല? ഇലക്ഷൻ റെപ്രസെൻറ്റേറ്റീവ്സും പരിപാടികളൊന്നും അവിടെ ഇല്ല, നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ, പക്ഷെ മോഡേൺ ആയിട്ടുള്ള കാര്യത്തിൽ ഇത് നടക്കുന്നൊരു കാര്യമല്ല. പിന്നെ എന്താ ഈ ഇൻഡയറക്റ്റ് ഡെമോക്രസി? ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. ആ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? തീരുമാനങ്ങൾ എടുക്കും. അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ഹു ഗവേൺ ഓൺ ദെയർ ബിഹാഫ് അല്ലേ? അതായത് ഡിസിഷൻസ് നമുക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? എടുക്കുന്നതായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? സിറ്റിസൺസ് റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് ഇലക്ട് ചെയ്യുന്നത്. റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് സർക്കാർ ഫോം ചെയ്യുന്നത്. ആ സർക്കാരാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും പോളിസീസ് ഉണ്ടാക്കുന്നതും.
ഇതിലേക്ക് നമ്മൾ റെഗുലറായിട്ട് 5 കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 4 കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ഷൻസ് നടത്തി ഇവരെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. ഇതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രാജ്യങ്ങളിലും വലിയ പോപ്പുലേഷൻ ഉള്ളിടത്തും ഇതാണ് എളുപ്പം, അല്ലേ? അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ഈസിയാവും. ആലോചിച്ച് ഒരു നിയമസഭയിൽ ഒരു 1000 ആൾക്കാർ കൂടി നിന്നിട്ട് തീരുമാനം എടുക്കുന്നത്, എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ? അവിടെ തമ്മിൽ തല്ലും ചർച്ചകളുമായിരിക്കും. അവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി ഒരു 545 പേര് മൊത്തം കേരളത്തിൽ നിന്ന് പോയിട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ട് ചിന്തിക്കുക. ഓക്കെ, അല്ലെങ്കിൽ 230 പേര് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്നതായിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ 140 പേര് ഇവിടെ പോയിട്ട് ഇരിക്കുന്നതായിട്ട് ചിന്തിക്കുക. എന്നിട്ട് തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് എളുപ്പം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ 140 അല്ലെ 140 MLA-മാരാണുള്ളത്. അത് മൊത്തം നമ്മുടെ കേരളത്തിൽ നിന്ന് അഭിപ്രായം പറയാനായിട്ട് 140 പേര് തിരഞ്ഞെടുത്തു. ഈ 140 പേരും കൂടി അവിടെ പോയിരിക്കും. 140 പേർക്കിടയിൽ ഒരു ചർച്ച തീരുമാനമൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതും പോരാ, ഇപ്പോൾ പുതിയ ജില്ല ഉണ്ടാക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ആൾക്കാർ വേണമെന്ന്. ശരി, സിറ്റിസൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഡയറക്റ്റായിട്ടൊന്നും അല്ല, അവർ ഇലക്ഷനിൽ വോട്ടിട്ടാൽ മതി, ബാക്കി അവർ തീരുമാനിച്ചോളും. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പരിപാടി ഇതാണ്. ഇത് 2 രീതിയിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലോട്ട് പോവുകയാണ്. അടുത്ത വരുന്നതാണ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി 2 തരത്തിലാണുള്ളത്. ഒന്ന് പാർലമെന്ററി സിസ്റ്റവും, 2 പ്രസിഡൻഷ്യൽ സിസ്റ്റവും. ഇതൊക്കെയാണ് പാർലമെന്ററി സിസ്റ്റവും, മറ്റൊന്ന് പ്രസിഡൻഷ്യൽ സിസ്റ്റവും. അപ്പോൾ എന്താണ് ഈ പാർലമെന്ററി സിസ്റ്റം അതുപോലെ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നതാണ് പാർലമെന്ററി സിസ്റ്റം. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെജിസ്ലേച്ചറും നമ്മുടെ എക്സിക്യൂട്ടീവും പരസ്പരം നല്ല രീതിയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രൈം മിനിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? മെജോറിറ്റി പാർട്ടിയിൽ നിന്നുള്ള ആളായിരിക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഈ പ്രൈം മിനിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകും. ഇവരെല്ലാവരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ മെജോറിറ്റി ഉള്ള അത്രയും കാലം അധികാരത്തിൽ തുടരും, അല്ലാത്തപ്പോൾ എന്ത് ചെയ്യും? ഒരു അധികാരത്തിൽ നിന്ന് പോവുകയും ചെയ്യും. കാനഡ, ഇന്ത്യ, അതുപോലെ നമ്മുടെ UK എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എന്താണ് ഈ പറയുന്ന പാർലമെന്ററി സമ്പ്രദായമാണ് ഉള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, പ്രസിഡൻഷ്യലും കൂടെ പറഞ്ഞിട്ട് ഒരുമിച്ച് 2 വ്യത്യാസം പറഞ്ഞുതരാം. പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഈസ് ബോത്ത് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെയും ഹെഡ് ആരായിരിക്കും? പ്രസിഡന്റ് തന്നെ ആയിരിക്കും. ദ പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് ഹോൾഡ് ഓഫീസ് ഫോർ എ ഫിക്സഡ് ടൈം. ദ എക്സിക്യൂട്ടീവ് ഈസ് നോട്ട് ഡയറക്ട്ലി അക്കൗണ്ടബിൾ ഫോർ ദ ലെജിസ്ലേച്ചർ ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്. USA-യിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു നോക്കും. പാർലമെന്റ്, പ്രസിഡന്റ്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി കേൾക്കുന്ന സമയത്തൊക്കെ ഇന്ത്യയുടെ തലവൻ എന്ന് പറഞ്ഞ് നമ്മൾ കണക്കാക്കുന്ന എപ്പോഴും ആരെയാണ്? പ്രൈം മിനിസ്റ്ററിനെയാണ്. ഈവൻ എന്തോ നിങ്ങൾക്കറിയാം ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? അത് പ്രൈം മിനിസ്റ്ററാണ്. എന്തുകൊണ്ടെന്നറിയാവോ? ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. അതായത് നമ്മൾ എലക്ഷൻ നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിളായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ആരെന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇലക്ഷനാണ് MP ഇലക്ഷൻ. ഇതാണ് MP ഇലക്ഷൻ, മെമ്പർ ഓഫ് പാർലമെന്റ്. ഈ MP ഇലക്ഷൻ നടത്തിയിട്ട് MPമാരെല്ലാവരും കൂടി ചെന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? പാർലമെന്റിലാണ്. ഇവിടെ ചെന്നിരിക്കുന്നത് പാർലമെന്റിലാണ്. ഈ പാർലമെന്റിനകത്ത് ഇവർ വന്നിരിക്കും. ഇവരെല്ലാവരും കൂടെ എന്നിട്ട് എന്ത് ചെയ്യും? 2 പാർട്ടിയോ 3 പാർട്ടിയോ 5 പാർട്ടിയോ ഉണ്ടാവും. എങ്കിലും ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും? ഒരു ഇലക്ഷൻ നടത്തും. ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇവരെല്ലാം കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ആരായിട്ട് മാറുന്നത്? പ്രൈം മിനിസ്റ്ററായിട്ട് മാറും. നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണം എന്നാണ്. ഈ പാർലമെന്റിലാണ് ഈ നിയമമൊക്കെ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അതായത് ഇത്രയും ആൾക്കാർ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിൽ ഇവരെല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭരണകക്ഷി ഉണ്ടാകും, റൂളിംഗ് പാർട്ടി ഉണ്ടാകും. ഈ റൂളിംഗ് പാർട്ടിയിൽ നിന്ന് നമ്മൾ എന്തുണ്ടാകും? ഒരു മിനിസ്ട്രി ഉണ്ടാക്കും. എന്തുണ്ടാക്കും? ഒരു മിനിസ്ട്രി ഉണ്ടാക്കും. അപ്പോൾ ഒന്നും കൂടെ ഇലക്ഷന് ജയിക്കുന്ന MPമാരെല്ലാവരും കൂടെ പാർലമെന്റിൽ വരും. ഈ പാർലമെന്റിലാണ് നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നത്. ആ MPമാരെല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇലക്ഷൻ നടക്കും. അതിൽ ഒരു പാർട്ടിക്കാരായിരിക്കും മെജോറിറ്റി വാങ്ങുന്നത്. ഇനി പറ്റിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ആ മെജോറിറ്റി വാങ്ങുന്ന പാർട്ടിക്കാർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ BJPക്കാണ് അവിടെ മെജോറിറ്റി ഉള്ളത്. അപ്പോൾ BJPയിൽ കുറേ MPമാരുണ്ട്, കോൺഗ്രസ്സിൽ കുറേ MPമാരുണ്ട്. ഇനി ഈ BJP MPമാരിൽ നിന്നും കുറച്ച് പേര് മാറിയിട്ട് എന്തുണ്ടാകും? ഒരു മന്ത്രിസഭ രൂപീകരിക്കും. ഈ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഈ മന്ത്രിസഭയാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ. ഇനി പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് മാത്രമുള്ള ഹെഡാണ്. പ്രസിഡന്റിന് ആക്ച്വൽ പവേഴ്സ് കൂടെ കുറവാണ്. എന്നാൽ നമ്മൾ അമേരിക്കയിലോട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ എന്തുണ്ട്? അമേരിക്കയിൽ ഒരു പാർലമെന്റ് ഉണ്ട്. അമേരിക്കയിൽ ഉറപ്പായിട്ടും എന്തുണ്ട്? ഒരു പാർലമെന്റ് ഉണ്ട്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്ന മെയിൻ പവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പ്രസിഡന്റാണ്.
ആരാണ്? പ്രസിഡന്റ്. നിങ്ങൾ ഡൊണാൾഡ് ട്രംപ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പ്രസിഡന്റ് എലക്ട് ചെയ്യുന്ന ആരാണ്? ഈ പാർലമെന്റിൽ നിന്നാണോ? അല്ല. ഈ പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന ഒന്നാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് പറയും. അപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഡയറക്റ്റ് ആയിട്ട് വേറൊരു രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രസിഡന്റിന്റെ കയ്യിലായിരിക്കും നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഇയാളുടെ കയ്യിലായിരിക്കും. എന്താ എക്സിക്യൂട്ടീവ്? സർക്കാർ സംവിധാനങ്ങളൊക്കെ. അതായത് ഇവിടെ നിയമം നിർമ്മിക്കുന്ന മിനിസ്ട്രിയും പ്രൈം മിനിസ്റ്ററിന് താഴെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? എക്സിക്യൂട്ടീവ് എന്നൊരു സംഭവം ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ തമ്മിൽ എന്താണ്? എല്ലാവരും ഐക്യത്തിലായിരിക്കും, ഒരുമിച്ചായിരിക്കും പോകുന്നത്. പ്രസിഡന്റൽ സിസ്റ്റം വരുമ്പോഴത്തേക്കും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിലായിരിക്കും, അത് വേറെ. നിയമം നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലായിരിക്കും? അത് പ്രസിഡന്റിന്റെ കയ്യിലായിരിക്കും. ഇവിടെ പ്രസിഡന്റ് കയ്യിലാണോ? അല്ല. ഇതാണ് വ്യത്യാസം എന്ന് പറയും. അപ്പൊ നോക്കിയോ, പാർലമെന്ററി സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും തമ്മിൽ കണക്ഷനാണ്. നമ്മൾ രണ്ടും ഏതാണ്ട് ഒരുമിച്ചാണ് പ്രവർത്തിച്ചു പോകുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മന്ത്രിമാരും മന്ത്രിസഭയും അല്ലേ. മറ്റൊരുതാണ് കാരണം പ്രസിഡന്റ് ആണ്. അങ്ങനെ ചിന്തിച്ചാൽ അതായത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അത് മെജോറിറ്റി പാർട്ടി എന്നുള്ള ആളായിരിക്കും. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർ എപ്പോഴാണ് ഈ മെജോറിറ്റി ഉള്ളത് അത്രയും കാലം ഭരണത്തിൽ ഇരിക്കാൻ പറ്റും. മെജോറിറ്റി നഷ്ടപ്പെട്ടാൽ അധികാരവും പോകും. അങ്ങനെ അധികാരം കളയാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്. നമ്മൾ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അവിശ്വാസ പ്രമേയം എന്ന് പറയും. നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ നമ്മൾ ഈ വന്ന ആൾക്കാരെല്ലാം നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലേ ജയിപ്പിച്ചത്. ഇവരിൽ കുറേ പേര് കൂറുമാറി ഇവർക്ക് ഇയാളെ കൊള്ളില്ലെന്ന് തോന്നും. എങ്കിൽ എന്ത് ചെയ്യാം? അവിശ്വാസ പ്രമേയം നോ കോൺഫിഡൻസ് വോട്ട് കൊണ്ടുവരാം. അതിൽ മെജോറിറ്റി തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മന്ത്രിസഭ അവിടെ തീരെ വീണ്ടും റീ ഇലക്ഷൻ നടത്തേണ്ടി വരും. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിന് അക്കൗണ്ടബിൾ ആണ്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥര്, ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MP മാർ MLA മാരുള്ള ടീംസ്, നിയമം നിർമ്മിക്കുന്ന ആൾക്കാർ. ഫ്ലെക്സിബിൾ ഗവൺമെന്റ് ആണ്, കുറച്ചുകൂടി നല്ല കോർഡിനേഷൻ ഉണ്ട്. ഇന്ത്യയിലും കാനഡയിലും ഒക്കെ നടക്കുന്നത് ഈ പരിപാടിയാണ്. നെക്സ്റ്റ് വരുന്ന പ്രസിഡൻഷ്യൽ സിസ്റ്റം വരുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെന്റും ആര് തന്നെ ആയിരിക്കും? ഈ പറയുന്ന പ്രസിഡന്റ് തന്നെ ആയിരിക്കും. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഈസ് എലക്ടഡ് ഇൻഡിപെൻഡന്റ്ലി ഫോർ ദ ലെജിസ്ലേച്ചർ. കണ്ടോ, ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ വേറെ, പ്രസിഡന്റ് വരുന്നത് വേറെ. ഈ പ്രസിഡന്റ് എന്തായിരിക്കും? ഒരു നിശ്ചിത കാലത്തേക്കായിരിക്കും വരുന്നത്. എക്സിക്യൂട്ടീവ് ഈ സെപ്പറേറ്റഡ് ഫ്രം ദ ലെജിസ്ലേച്ചർ. കണ്ടോ, പ്രസിഡന്റ് ആയിരിക്കും എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യും. നിയമങ്ങൾ ഇവർ നിർമ്മിച്ചു കൊടുക്കും, പക്ഷെ നടപ്പിലാക്കണോ വേണ്ടേ എന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരായിരിക്കുന്നത്? പ്രസിഡന്റ് ആയിരിക്കും. അതായത് ഒരു രാജ്യത്തിന്റെ പേരിനുള്ള ഹെഡ് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഹെഡും എല്ലാം ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെ ആണ്. എങ്കിൽ അതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഗുണങ്ങൾ എന്തൊക്കെയാ? കണ്ടോ, ഇയാളെ നോ കോൺഫിഡൻസ് വോട്ട് മോഷൻ വഴി പുറത്താക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണ്? ജനങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്ത്, അല്ല MP മാർ തിരഞ്ഞെടുത്തൊന്നും അല്ല. അഡ്വാൻറ്റേജ് ഗവൺമെന്റ് സ്റ്റേബിളായി. അതായത് 5 കൊല്ലം കൂടുമ്പോൾ പ്രസിഡന്റ് മാറും, ഈ പറയുന്ന ലെജിസ്ലേച്ചർ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരുമിച്ചല്ല. അതായത് ഇപ്പോൾ പെട്ടെന്ന് മന്ത്രിസഭ മൊത്തം പിരിച്ചുവിട്ട് രാജ്യം വീണ്ടും ഇലക്ഷന് വേണ്ടി പോകണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും ആരവിടെ ഉണ്ടാവും? പ്രസിഡന്റ് ഉണ്ടാവും. അത് കൃത്യം 5 കൊല്ലം കഴിയുമ്പോഴേ മാറത്തുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോഴേ അടുത്ത ഇലക്ഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഫിക്സഡ് ടെന്യൂർ ആയിരിക്കും, പവർ എന്തായിരിക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ തരും. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ എപ്പോഴും ഡിസഗ്രിമെന്റ് ആയിരിക്കും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. കാരണം എന്താണ്? നിയമനിർമ്മാണ സഭ കുറേ കാര്യം കൊണ്ടുവരുമ്പോൾ പ്രസിഡന്റ് പറയും എനിക്ക് സൗകര്യമില്ല ഒപ്പിടാനെന്ന് പറയും. പാർലമെന്റിൽ അത് പറ്റത്തില്ല. കാരണം പാർലമെന്റിൽ അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. പാർലമെന്റിൽ ലെജിസ്ലേച്ചർ ഒരു കാര്യം പാസ്സാക്കിയാൽ ആ പാസ്സാക്കുന്ന ലെജിസ്ലേച്ചറിനകത്ത് തന്നെയാണ് മന്ത്രിമാരുള്ളത്. അപ്പൊ അവര് അത് ചേർന്നിട്ടാണ് ആ നിയമം നടപ്പിലാക്കുന്നത്. സോ രണ്ടും തമ്മിൽ ഐക്യത്തിൽ പോകുമ്പോൾ ഇവിടെ അത് ഉണ്ടാവത്തില്ല. എവിടെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ. ഇതാണ് എന്താ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. സോ കമ്പാരിസൺ നോക്കി, ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പാർലമെന്റിൽ, എന്നാൽ പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? രാജ്യത്തിനൊരു പേരിനൊരു ഹെഡ് ഉണ്ടാവും, അതാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ പറയുന്ന പ്രസിഡന്റ് എല്ലാത്തിലും ഉണ്ട്. അതായത് മിലിറ്ററിയുടെ സുപ്രീം കമാൻഡർ ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആയിരിക്കും. പക്ഷെ പ്രസിഡന്റ് എന്ന് തീരുമാനിക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഈ പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടായിരിക്കും. അവിടെ അങ്ങനെയില്ല, രണ്ടും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെ ആണ്. എക്സിക്യൂട്ടീവ് അല്ലെ, ഇലക്ഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ്, പ്രൈം മിനിസ്റ്റർ ഈസ് ചൂസൺ ഫ്രം ദ ലെജിസ്ലേച്ചർ അല്ലെ. ലെജിസ്ലേച്ചറിനകത്തു നിന്ന് ഒരാളായിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ രണ്ടാമതായിട്ട് നടക്കുന്നത്. ഇതിന്റെ ഹെഡ്, അതായത് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ആയിരിക്കും പ്രസിഡന്റ് ആയിരിക്കും. രണ്ട് നമ്മുടെ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അക്കൗണ്ടബിലിറ്റി കൂടുതൽ ഇവിടെ, കുറവ് ഇവിടെ. അക്കൗണ്ടബിലിറ്റി ഇവിടെയാണ് കൂടുതൽ, ഇവിടെയാണ് എന്താ കുറവെന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് റിമൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നോ കോൺഫിഡൻസ് വോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ പറ്റും. ഇവിടെ അത് പറ്റത്തില്ല. ഓക്കെ. ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ടെന്യൂർ ഒന്നുമില്ല. എപ്പോഴാണോ മെജോറിറ്റി കാണിക്കാൻ പറ്റാത്ത അപ്പോൾ പുറത്താവും. പക്ഷേ ഇവിടെ എന്താണ്? ഫിക്സഡ് ടെന്യൂർ ഉണ്ട്. ഇവിടെ ആണെങ്കിലോ സെപ്പറേഷൻ ഓഫ് പവർ കുറവാണ്. ഇവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. നിയമം നിർമ്മിക്കുന്നതിൽ എക്സിക്യൂട്ടീവ് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതായത് മന്ത്രിമാർ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ അല്ല. ഇന്ത്യ, കാനഡ, UK. ഇവിടെ ആണെങ്കിൽ എന്താണ്? USA ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്
രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചസ് ടു ഡെമോക്രസി ഇൻ ഇന്ത്യ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അതെന്താണെന്ന് നോക്കാം.